നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. KSRTC ബസ്സിടിച്ച് കല്ലൂർ സ്വദേശി മരിച്ചു. കല്ലൂർ നായരങ്ങാടി കോമാട്ടിൽ ഹരിദാസിന്റെ മകൻ 32 വയസ്സുള്ള അരുൺ ദാസാണ് മരിച്ചത്. മാലമോഷണ കേസിലെ പ്രതി അറസ്റ്റിൽ. വടക്കേത്തുറവ് സ്വദേശിനിയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തി പൊട്ടിച്ച കേസിലെ പ്രതിയായ ആലപ്പുഴ സ്വദേശി പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീണ്ടും ഒരു അന്താരാഷ്ട്ര തൊഴിലാളി ദിനം കൂടി വന്നെത്തുമ്പോൾ ആമ്പല്ലൂരിലെ അടഞ്ഞുകിടക്കുന്ന അളഗപ്പ മില്ലിലെ തൊഴിലാളികൾക്ക് പ്രതീക്ഷിക്കാൻ ഏറെയില്ല. 4 വർഷമായി അടഞ്ഞുകിടക്കുന്ന മില്ല് ഇനി എന്ന് തുറക്കും എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തൃശൂരിൽ മെയ് 2 വരെ യെല്ലോ അലർട്ട്. വാർത്തകൾ വിശദമായി. കുട്ടനെല്ലൂർ ബൈപ്പാസിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കല്ലൂർ കോമാട്ടിൽ ഹരിദാസിന്റെ മകൻ 32 വയസ്സുള്ള അരുൺ ദാസാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. ഔഷധിക്ക് സമീപം കാർ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്കും അരുൺദാസും റോഡിലേക്ക് വീഴുകയായിരുന്നു. പിന്നാലെ വരികയായിരുന്ന KSRTC ബസ് അരുൺദാസിന്റെ ശിരസിലൂടെ കയറിയിറങ്ങി. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളിയാണ് മരിച്ച അരുൺദാസ്. വീണ്ടും ഒരു അന്താരാഷ്ട്ര തൊഴിലാളി ദിനം കൂടി വന്നെത്തുമ്പോൾ ആമ്പല്ലൂരിലെ അടഞ്ഞുകിടക്കുന്ന അളഗപ്പ മില്ലിലെ തൊഴിലാളികൾക്ക് പ്രതീക്ഷിക്കാൻ ഏറെയില്ല. 4 വർഷമായി അടഞ്ഞുകിടക്കുന്ന മില്ല് ഇനി എന്ന് തുറക്കും എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. 2020 മാർച്ച് 23-നാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് അളഗപ്പ മിൽ താൽക്കാലികമായി അടച്ചിടുന്നത്. കോവിഡ് ഭീതി ഒഴിവായിട്ടും മില്ല് തുറക്കാൻ അധികൃതർ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി സമരങ്ങളും പ്രതിഷേധങ്ങളും ചർച്ചകളും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മാസങ്ങൾ നീണ്ട സമരം ഫലം കാണാതായതോടെ തൊഴിലാളികൾ ഉപജീവനത്തിനായി മറ്റ് തൊഴിലുകൾ അന്വേഷിച്ചു പോയി. മാർച്ച് 23-ാം തീയതി അടച്ച നമ്മളെ ഈ സ്ഥാപനം ഒരു നാഥനില്ലാത്ത പോലെയാണ്. ഈ 4 കൊല്ലമായിട്ടും തൊഴിലാളികൾ എന്ന് പറയുക പല മേഖലയിലും തൊഴിൽ ചെയ്തുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ കാലഘട്ടത്തിൽ എല്ലാം മിൽ സ്റ്റാഫുകൾക്കെല്ലാം 100% സാലറി കൊടുത്തതിൻ്റെ ഭാഗമായി സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത് മെയിനായിട്ട് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കണം എന്നാണ്. എല്ലാ കോർഡിനേഷനിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത്. സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ 35% വരെ ഇക്കാലയളവിൽ നൽകിയിരുന്നു. എന്നാൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരുടെ കാര്യമാണ് ഏറെ ദുരിതപൂർണമായത്. CITUവിൻ്റെ കാഴ്ചപ്പാടും നിലപാടും എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഈ അളഗപ്പ ടെക്സ്റ്റൈൽസിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഈ മില്ല് തുറക്കണമെന്നും ഈ മില്ല് തുറന്ന് ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണമെന്നും മാത്രമല്ല ഭാവി തലമുറയിലേക്ക് വേണ്ടി ഈ മില്ലിനെ സംരക്ഷിക്കണമെന്നുമാണ് CITUവിൻ്റെ നിലപാട്. 4 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന ഈ മില്ല് ഇനി തുറന്ന് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ കെട്ടിടങ്ങളും ഇതിൻ്റേതായിട്ടുള്ള മെഷീനറികളൊക്കെ ധാരാളം കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഓൾട്ടറേഷൻ ചെയ്തുകൊണ്ട് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ. പ്രവർത്തന മൂലധനം അനുവദിപ്പിച്ച് ആവശ്യമായിട്ടുള്ള പ്രവർത്തന മൂലധനം അനുവദിച്ച് മില്ല് തുറക്കാനും തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. 4 വർഷമായിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത മില്ല് ഇനി തുറന്നു പ്രവർത്തിപ്പിക്കണമെങ്കിൽ യന്ത്രങ്ങളും കെട്ടിടങ്ങളും വൻതുക ചെലവഴിച്ച് നവീകരിക്കേണ്ടതായി വരും. ഭാരിച്ച തുക മുടക്കി മില്ല് പ്രവർത്തനം തുടങ്ങാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശാവഹമായ ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നില്ല. ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ യാതൊരുവിധ ഇടപെടലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് 23 NTC മില്ലുകൾ അടച്ചുപൂട്ടപ്പെട്ടു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിലെ 2 മില്ലുകൾ 3 മാസക്കാലം തുറന്നു പ്രവർത്തിച്ചു. അതിനുശേഷം വീണ്ടും ആ മില്ലുകൾ അടച്ചു. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നിരന്തര ശ്രമഫലമായി 28 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകാൻ സർക്കാർ തയ്യാറായി. ആകെ 40 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് തൊഴിലാളികൾക്ക് നൽകാനുണ്ടായിരുന്നത്. BMSന്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 4 വർഷമായിട്ട് നിരന്തരം ഈ മില്ല് തുറക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇത് മാത്രമല്ല, അടച്ചിട്ട 23 മില്ലുകളുമുണ്ട് ഇന്ത്യയിൽ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെയധികം പരിശ്രമത്തിൻ്റെ ഫലമായിട്ട്
മില്ല് തുറക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ മില്ല് പ്രവർത്തനക്ഷമമാക്കുകയും തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ മില്ലിന്റെ ഉപയോഗത്തിലില്ലാത്ത സ്ഥലം യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന പുതിയ പദ്ധതികൾക്ക് പ്രയോജനപ്പെടുത്തുക എന്നാണ് ആവശ്യം ഉയരുന്നത്. മില്ല് തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകി അവരെ പിരിച്ചുവിടാൻ തയ്യാറാകണം എന്നാണ് ഈ ലോക തൊഴിലാളി ദിനത്തിൽ അളഗപ്പ മില്ലിലെ തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. വടക്കേത്തുറവ് സ്വദേശിനിയായ സ്ത്രീയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ബൈക്കിലെത്തി പൊട്ടിച്ച് കടന്നുകളഞ്ഞ കേസിലെ പ്രതിയായ ആലപ്പുഴ സ്വദേശി പ്രദീപിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 13-ാം തീയതിയാണ് കാൽനട യാത്രക്കാരിയായ തുറവ് സ്വദേശിനിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തത്. പ്രതിയുടെ പേരിൽ കൊരട്ടി, ഒല്ലൂർ, വിയൂർ, തൃശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്റ്റേഷനുകളിലും മറ്റ് വിവിധ ജില്ലകളിലും സമാനമായ കേസുകൾ നിലവിലുണ്ട്. കൂടാതെ ഇയാളുടെ പേരിൽ ബാംഗ്ലൂരിലും കള്ളനോട്ട് കേസ് ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട്. ബാംഗ്ലൂരിലെ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതി 2023 ഒക്ടോബറിൽ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷമാണ് തൃശൂർ ജില്ലയിലെയും മറ്റും കേസുകളിൽ പെട്ടത്. പുതുക്കാട് SHO സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI പ്രദീപ് കുമാർ, SI സുധീഷ്, CPO ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളിലായി തപാൽ വോട്ട് ചെയ്തത് 11,196 പേർ. ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാരും ഉൾപ്പെട്ട ആബ്സെന്റി വോട്ടർമാർക്കായി ഏർപ്പെടുത്തിയ ഹോം വോട്ടിംഗ് സംവിധാനത്തിലൂടെ 8,876 പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുള്ള അവശ്യ സർവീസ് ജീവനക്കാരിൽ 247 പേരും പോളിംഗ് ഡ്യൂട്ടിയിലുള്ള 1926 പേരും വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ വഴി വോട്ട് രേഖപ്പെടുത്തി. സർവീസ് വോട്ടർമാരിൽ 137 പേരും ETBPMS സംവിധാനത്തിലൂടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജീവൻ പണയപ്പെടുത്തി 25ഓളം വാഹനങ്ങളെ തീയിൽ നിന്ന് രക്ഷിച്ചവരെ ആദരിക്കും. ആളൂർ കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്രവാഹനങ്ങൾക്ക് തീ പിടിച്ചപ്പോൾ ജീവൻ പണയപ്പെടുത്തി നിരവധി ഇരുചക്രവാഹനങ്ങൾക്ക് രക്ഷകരായവരെയാണ് മെയ് ദിനത്തിൽ ആദരിക്കുന്നത്. കല്ലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും നാട്ടുകാരുമായ 12 പേരെയാണ് ആളൂർ ജനമൈത്രി പോലീസും ഇരിഞ്ഞാലക്കുട JCIയും ചേർന്ന് ആദരിക്കുന്നത്. ഈ മാസം 22-നാണ് കല്ലേറ്റിങ്ങരയിൽ ഇരുചക്രവാഹനങ്ങൾക്ക് തീ പിടിച്ചത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ദിവസേന ജോലിക്ക് പോകുന്ന തീവണ്ടി യാത്രക്കാരാണ് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള റോഡരികിൽ ഇരുചക്രവാഹനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. തീ പടർന്ന് വാഹനങ്ങൾ കത്തുന്നത് കണ്ട പലരും കാഴ്ചക്കാരായി നിന്നപ്പോൾ സമീപത്തുള്ള ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും നാട്ടുകാരിൽ ചിലരും ചേർന്ന് തീയും പുകയും വകവയ്ക്കാതെ ജീവൻ പണയപ്പെടുത്തിയാണ് 25-ലധികം ഇരുചക്ര വാഹനങ്ങൾ നീക്കം ചെയ്തത്. ഹാൻഡിൽ ലോക്ക് ചെയ്ത വാഹനങ്ങൾ ഇവർക്ക് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള 10ഓളം ഇരുചക്ര വാഹനങ്ങൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. പെട്രോൾ ടാങ്ക് തീപിടിച്ച് പൊട്ടിത്തെറിക്കുന്നത് വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഓട്ടോ തൊഴിലാളികളെയും വ്യാപാരികളെയുമാണ് മെയ് ദിനത്തിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ആദരിക്കുന്നത്. പറപ്പൂക്കര രാപ്പാൾ NSS കരയോഗം 50-ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും പ്രതിഭകളെ ആദരിക്കലും നടത്തി. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ D ശങ്കരൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, ഡോക്ടർ അനന്തലക്ഷ്മി, ഡോക്ടർ ശ്രീലക്ഷ്മി മോഹൻ, ഡോക്ടർ K മനോജ് എന്നിവരെയും വൈവാഹിക ജീവിതത്തിൽ 50 വർഷം പൂർത്തീകരിച്ച ദമ്പതികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കായിക മത്സരങ്ങളും കലാവതരണങ്ങളും ഉണ്ടായിരുന്നു. താലൂക്ക് യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി അംഗം R ബാലകൃഷ്ണൻ, കരയോഗം സെക്രട്ടറി രജീഷ് പേഴേരി, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം KK പ്രകാശൻ, NSS പ്രതിനിധി സഭാ മെമ്പർ S ഹരീഷ് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് കോമളവല്ലി രാജു, ട്രഷറർ രഘുനാഥൻ മടത്തിലകത്ത് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷാ ഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി ഫലപ്രഖ്യാപനം നടത്തും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും മെയ് 9-ന് തന്നെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷം മെയ് 19-നാണ് SSLC ഫലപ്രഖ്യാപനം നടത്തിയത്. ഇത്തവണ 11 ദിവസം നേരത്തെയാണ് ഫലപ്രഖ്യാപനം. SSLCയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങളും ഒരേ ദിവസം തന്നെ പ്രഖ്യാപിക്കുന്നു എന്നതും ഈ വർഷത്തെ പ്രത്യേകതയാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തൃശൂരിൽ മെയ് 2 വരെ യെല്ലോ അലർട്ട്. പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഏപ്രിൽ 30 മുതൽ മെയ് 2 വരെ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ മെയ് 2 വരെ ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഏപ്രിൽ 30 മുതൽ മെയ് 4 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും മൂലം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഏപ്രിൽ 30 മുതൽ മെയ് 4 വരെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ ഭരതദേശത്ത് MCF പണിയുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പുനരാലോചിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പറും പ്രദേശവാസികളും പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചു. ചൊവ്വാഴ്ച ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് രേഖാമൂലം ഉറപ്പു നൽകി. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 3 വരേക്ക് നീട്ടി. മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 6-ന് ആരംഭിക്കും. മെയ് 1, 4, 5 എന്നീ തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ തൃശൂർ പൂത്തോടിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയ് മാസത്തിൽ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി, കുക്കറി എന്നീ വിഷയങ്ങളിൽ 5 ദിവസത്തെ കോഴ്സ് ആരംഭിക്കുന്നു. 6000 രൂപയാണ് ഫീസ്. രാവിലെ 9:30 മുതൽ 1:30 വരെയാണ് ക്ലാസ്. കൂടുതൽ വിവരങ്ങൾക്ക് 0442384253 എന്ന നമ്പറിലോ 9447610223 എന്ന മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6655 രൂപയും പവന് 53,240 രൂപയും രേഖപ്പെടുത്തി. അളഗപ്പ നഗർ വട്ടനാത്ര കോവാത്ത് കുഞ്ചു കൊച്ചുഗോവിന്ദൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ കൊച്ചമ്മിണിയാണ് ഭാര്യ. ശശിധരൻ, ഇന്ദിര, അജിത, ബാബു, പരേതരായ സരള, മോഹനൻ എന്നിവർ മക്കളും. രവി, ഗീത, ശങ്കരൻ, രാജൻ, ഷീജ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. KSRTC ബസ്സിടിച്ച് കല്ലൂർ സ്വദേശി മരിച്ചു. കല്ലൂർ നായരങ്ങാടി കോമാട്ടിൽ ഹരിദാസിന്റെ മകൻ 32 വയസ്സുള്ള അരുൺ ദാസാണ് മരിച്ചത്. മാലമോഷണ കേസിലെ പ്രതി അറസ്റ്റിൽ. വടക്കേത്തുറവ് സ്വദേശിനിയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തി പൊട്ടിച്ച കേസിലെ പ്രതിയായ ആലപ്പുഴ സ്വദേശി പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീണ്ടും ഒരു അന്താരാഷ്ട്ര തൊഴിലാളി ദിനം കൂടി വന്നെത്തുമ്പോൾ ആമ്പല്ലൂരിലെ അടഞ്ഞുകിടക്കുന്ന അളഗപ്പ മില്ലിലെ തൊഴിലാളികൾക്ക് പ്രതീക്ഷിക്കാൻ ഏറെയില്ല. 4 വർഷമായി അടഞ്ഞുകിടക്കുന്ന മില്ല് ഇനി എന്ന് തുറക്കും എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. തൃശൂരിൽ മെയ് 2 വരെ യെല്ലോ അലർട്ട്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.